ജയ് ഭീം. എല്ലാവർക്കും ബാബാസാഹേബ് ഭീംറാവ്ജി ഡോക്ടർ BR അംബേദ്കറുടെ 134-ാം ജന്മദിന ആശംസകൾ നേരുന്നു. സമീപകാലത്ത് ഇന്ത്യയുടെ പരമോന്നത കോടതി റിസർവേഷൻ കോട്ട സമ്പ്രദായം പരിഗണനയ്ക്കെടുക്കുകയും SC/ST കോട്ടകളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പാർലമെൻറ്റും എക്സിക്യൂട്ടീവും തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. 7-അംഗ ഭരണഘടനാ ബെഞ്ചിനെ പ്രതിനിധാനം ചെയ്ത് ജസ്റ്റിസ് BR ഗവായ് കൂട്ടിച്ചേർത്തത് യഥാർത്ഥ സമത്വം നിലനിൽക്കണമെങ്കിൽ നേരത്തെ തന്നെ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടു കഴിഞ്ഞ SC/STക്കാരെ റിസർവേഷൻ പോളിസിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ അനുവദിച്ചുകൂടാ എന്നാണ്. കഴിഞ്ഞ 75 വർഷത്തെ സാമൂഹ്യ സംവരണ ആനുകൂല്യങ്ങൾ, സോഷ്യൽ റിസർവേഷൻ ബെനഫിറ്റ്സ്, അത് കൈപ്പറ്റിയവർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കഴിവുള്ളവരായി ശോഭിക്കാനും മറ്റുള്ളവരോട് മത്സരിക്കാനും മതിയായ അളവിൽ ലഭിച്ചിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർക്കപ്പെട്ടു. സംസ്ഥാനങ്ങളോട്, ഡിപ്പാർട്ട്മെൻറ്റുകളോടും പൊതുമേഖലാ സ്ഥാപനങ്ങളോടും SC/STയിലെ ക്രീമി ലെയർ വിഭാഗത്തെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്തോഷ് മാളവ്യയുടെ പരാതിയിന്മേലാണ് റൂളിംഗ് വന്നത്. SC/STയിലെ ക്രീമി ലെയർ ആശയം ഉപയോഗിക്കുമ്പോൾ OBC വിഭാഗത്തിലെ ക്രീമി ലെയറിനെ മാറ്റി നിർത്തിയ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതി അവലംബിക്കണമെന്നും ജസ്റ്റിസ് ഗവായ് വാദിച്ചു. SC/STയിലെ ക്രീമി ലെയർ വിഭാഗത്തെ തിരിച്ചറിയുന്നതിനും മാറ്റി നിർത്തുന്നതിനും ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്ക്ലൂഡ് സവിശേഷമായ മാനദണ്ഡങ്ങളോടുകൂടെ ആവശ്യകത ജസ്റ്റിസ് ഗവായ് ഉയർത്തിപ്പിടിച്ചു. SC/STയിലെ ക്രീമി ലെയർ ആശയം ഉപയോഗിക്കപ്പെടുമ്പോൾ OBC വിഭാഗത്തിലെ ക്രീമി ലെയറിനെ മാറ്റി നിർത്തിയ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതി അവലംബിക്കണമെന്നും ജസ്റ്റിസ് ഗവായ് വാദിച്ചു. ആ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവർ വഴി നേടുന്നതുകൊണ്ട് അഫർമേറ്റീവ് ആക്ഷൻ സ്ട്രാറ്റജിയുടെ നിയമത്തിന് സ്വീകാര്യമായ വിധം സാമ്പത്തികവും സാമൂഹികവുമായ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് അവകാശമായി ലഭിക്കുന്ന കർമ്മങ്ങളുടെ തന്ത്രം, ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും സാക്ഷാത്കരിക്കാൻ അവരിലേക്ക് ദിശ തിരിച്ച് കാര്യം പരിഗണിക്കുകയും ഇതിലൂടെ ഇതൊരു നയപരമായ തീരുമാനമായ കാരണത്താൽ കോടതി ഇടപെടേണ്ടതില്ലെന്നും മറിച്ച് പാർലമെൻറ്റും ഗവൺമെൻറ്റുമാണ് തീരുമാനിക്കേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഡോക്ടർ BR അംബേദ്കറുടെ മാത്രം പരിശ്രമം കൊണ്ട് ഭരണഘടനയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊരു ഭാഗം എഴുതി ചേർക്കപ്പെട്ടത്. നാളിതുവരെയുള്ള ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൻ്റെ വളർച്ചയിൽ സംവരണത്തിൻ്റെ പങ്ക് നിർണായകമായിരുന്നു. നാം ഭരണവർഗമായി മാറണം എന്നതാണ് നാം കൈവരിക്കേണ്ട ലക്ഷ്യമെന്ന് ബാബാസാഹേബ് അംബേദ്കർ പഠിപ്പിച്ചു. ഭരണവർഗം അഥവാ ഗവേണിംഗ് ക്ലാസ് എന്ന വാക്ക് നാം ഒരിക്കലും മറന്നുകൂടാത്തതാണ്. 15% വരുന്ന സമൂഹത്തിന് 85% വരുന്ന ജനതയെ നിരന്തരം ഭരിക്കാൻ കഴിയുന്നത് അവർ ഭരണവർഗമായിരിക്കുന്നത് കൊണ്ടാണ്. അംബേദ്കർ ജയന്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയണമെന്നതാണ്. രാജാക്കന്മാരുടെ വംശമാണ് നമ്മുടേത് എന്ന് നമ്മൾ ഓർമ്മിക്കണം, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കണം. അതാണ് ബാബാസാഹേബ് അംബേദ്കർ നമ്മോട് ആവശ്യപ്പെടുന്നു. 5 വയസ്സുള്ള ഒരു ബ്രാഹ്മണനായ കുട്ടിക്ക് അവരുടെ സമുദായത്തിൻ്റെ 5000 വർഷത്തെ ചരിത്രം അറിയാമെന്നിരിക്കെ നമ്മുടെ സമൂഹത്തിലെ 50 വയസ്സുള്ള ഒരാൾക്ക് 100 വർഷത്തെ നമ്മുടെ ചരിത്രം അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ദൗർഭാഗ്യം എന്ന് അംബേദ്കർ നിരീക്ഷിച്ചു. അംബേദ്കർ ജയന്തിയായ ഏപ്രിൽ 14 ലോക വിജ്ഞാന ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ പത്രങ്ങളും ചാനലുകളുമൊന്നും ലോക വിജ്ഞാന ദിനം ആഘോഷിക്കാറില്ല. 2017 125-ാം അംബേദ്കർ ജയന്തിയോടുകൂടി അംബേദ്കറുടെ ജന്മദിനം ലോക വിജ്ഞാന ദിനമായി ആചരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകം മുഴുവനുമുള്ള വിജ്ഞാനദേഹികൾ ബാബാസാഹേബ് അംബേദ്കറുടെ ജയന്തി ദിവസം വിജ്ഞാന ദിനം ആചരിക്കുന്നു. ഇത് ബാബാസാഹേബ് അംബേദ്കറോടുള്ള പ്രസ്ഥാനത്തിൻ്റെയും വിജയമാണ്. ലോകം മുഴുവനുമുള്ള അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ബാബാസാഹേബ് അംബേദ്കറുടെ ഈ വിജയം
ലോകം മുഴുവനുമുള്ള പാർശ്വവൽകൃത സമൂഹത്തിനും അഭിമാനമാണ്. ഇത് വിജ്ഞാനത്തിൻ്റെ യുഗമാണ്. ലോകം ആഗോള ഗ്രാമമായി മാറ്റപ്പെട്ടിരിക്കുന്നു. വിജ്ഞാനം ആത്മാഭിമാനികളാക്കി മാറ്റുന്നു ഏത് മനുഷ്യരെയും. അംബേദ്കറുടെ രചനകളിലും പ്രസംഗങ്ങളിലും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന വാക്കാണ് സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനം. നാം ആത്മാഭിമാനികളുടെ സമൂഹമാകാൻ വിജ്ഞാന യുഗത്തിൻ്റെ ഭാഗമായി തീരണം. ആത്മാഭിമാനികളുടെ സമൂഹമാകാതെ നമുക്ക് അധികാരവർഗമാകുക സാധ്യമല്ല. വിജ്ഞാനം സിംഹത്തിൻ്റെ മുലപ്പാലാണെങ്കിൽ അത് കുടിച്ചവർക്ക് ഗർജിക്കാതിരിക്കാനാവില്ല എന്ന് ബാബാസാഹേബ് അംബേദ്കർ നമ്മളെ പഠിപ്പിച്ചു. ചരിത്ര വിജ്ഞാനത്തെയാണ് ബാബാസാഹേബ് അംബേദ്കർ ഇവിടെ സിംഹത്തിൻ്റെ മുലപ്പാലായി സങ്കല്പിച്ചിട്ടുള്ളത്. ഈ സുദിനത്തിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാഹോദര്യം, നീതി, സമത്വം എന്നീ മുദ്രാവാക്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ജയ് ഭീം, ജയ് ഇന്ത്യ. നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും ഉണ്ടാകും. നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ മെയിലിലോ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സാപ്പ് മെസ്സേജുകളിലൂടെ അറിയിക്കാം. നമുക്ക് ഒത്തുചേർന്ന് നീതിക്ക് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ ഒരുമിക്കാം. ബാബാസാഹേബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ജന്മദിന ആശംസ നേരുന്നു.